അങ്ങനെ കുറേ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം അങ്ങനെ ഡ്യൂഡ് റിലീസായി. നമ്മൾ രാവിലെ തന്നെ ഡ്യൂഡ് പോയി കണ്ട് അപ്പോൾ അന്ന് ലുലുമാളി വന്നിരിക്കുന്നു. ഡ്യൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു ഇപ്പം ലവ് ടുഡേ തൊട്ട് ഞാൻ പുള്ളിയുടെ ഓരോ സിനിമയുടെയും ഒരു ഫാനായിട്ട് വന്നിരിക്കുക. പുള്ളിയുടെ ആ പെർഫോമൻസും പുള്ളിയുടെ മൂവിയും എന്ന് നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അത് പറഞ്ഞിരിക്കുന്നതിനപ്പുറം. ലവ് ടുഡേ കഴിഞ്ഞിട്ട് എനിക്ക് റിട്ടേൺ ഓഫ് ട്രാക്ക് കിട്ടി. അതിനുശേഷം പ്രദീപ് രംഗനാഥൻ്റെ ഡ്യൂ. പുള്ളിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുള്ളി കിടിലൻ ഡയറക്ടറാണ്, കിടിലൻ ആർട്ടിസ്റ്റാണ്. ആൻഡ് ഈ സിനിമയിൽ സൂപ്പറായിട്ട് പുള്ളി അഭിനയിച്ച് തകർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയുന്ന വ്യക്തികളാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ മമിത ബൈജു, അതേപോലെ തന്നെ ഹൃദുവാണ്. ഇവർ രണ്ടുപേരും കിടിലമായിട്ട് അവരുടേതായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ലവ് ടുഡേ ആയിക്കോട്ടെ, റിട്ടേൺ ഓഫ് ഡ്രാഗൺ ആയിക്കോട്ടെ, അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ലവ് ട്രാക്ക് നടക്കും. ഇത് അതേപോലെ തന്നെ ഒരു ലവ് ട്രാക്ക് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇമോഷണൽ ഉണ്ട്, ചിരിപ്പിക്കേണ്ടത് നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. ആൻഡ് തിയേറ്ററിൽ കറക്റ്റായിട്ട് കൈയടിക്കേണ്ട സിറ്റുവേഷൻ എല്ലാവരും ഒന്നിച്ച് കൈയടിക്കുന്ന ഒരു സീൻ. കാരണം നമ്മളിപ്പം പൊതുവെ ഓഡിയൻസ് എവിടെയാണ് കൈയടിക്കേണ്ടടുത്തും കൈയടിക്കുന്ന സമയം ചിരി വന്നാൽ നമ്മൾ ചിരിക്കും, പക്ഷെ കയ്യടി കുറവാണ് തിയേറ്ററിൽ. ഇവിടെ കൈയടിക്കുന്നിടത്ത് കയ്യടി നേടിക്കൊണ്ട് തന്നെ ഈ സിനിമ പോയിരിക്കും. ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് നമ്മളെ ഒരു മൂഡിന് ഈ ഒരു മൂവി കൊണ്ടുപോകാനായിരിക്കും. സോ വേറെ എടുത്തു പറയുന്ന 1-2 ആൾക്കാരുണ്ട്. നമ്മുടെ രോഹിണി, അതേപോലെ തന്നെ ശരത് കുമാർ. അവരുടെ പെർഫോമൻസ് ആണെങ്കിലും അവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷേ ശരത് കുമാറൊക്കെ കുറച്ചൊരു വേറെ ട്രാക്ക്, എന്നാൽ എന്താ പറയുക, കൈൻഡ് ഓഫ് ഒരു ഫണ്ണി ക്യാരക്ടർ പ്ലസ് അതിൻ്റെ കൂടെ സംതിങ് ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒന്നും പറയുന്നില്ല, കണ്ണും പൂട്ടി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്കൊരു ഏത് സിറ്റുവേഷനിലേക്കാണെങ്കിൽ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ മൂവി സാധിക്കും. ആൻഡ് നമ്മളിപ്പോൾ ഫണ്ണിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ട്രാക്കിലാണ് പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഇമോഷണൽ പാർട്ടിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചെന്ന് എനിക്കൊക്കെ നല്ലതായിട്ട് ഫീലായി. ആ ഒരു സംഭവത്തിലോട്ട് നമ്മൾ ഇൻഡെപ്ത് ആ മൂവി ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ ആ ഇമോഷണൽസിൽ നിന്ന് എനിക്ക് നല്ലോണം വർക്കൗട്ട് ആയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ എടുത്തു പറയാനാണ് കീർത്തീശ്വരൻ. ഇതിൻ്റെ ഡയറക്ടറാണ്, റൈറ്ററാണ്, സൂര്യയുടെ സ്ക്രീൻ പ്ലേ എവിടെ എങ്ങനെ ചെയ്താൽ വർക്കൗട്ടാണ് ആ സാധനം. കീർത്തീശ്വരൻ യു ഡിസേർവ് ബ്രോ. ഐറ്റം ആൻഡ് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, എല്ലാം ക്യാമറ ആംഗിൾസ്, ഇതിനകത്ത് കുറച്ച് VFX വർക്കുകൾ വന്നിട്ടുണ്ട്. ആ VFX വർക്കുകളായാലും എല്ലാം നമ്മളൊരു എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു പടമാണ്. കാരണം ഞാൻ പ്രദീപ് രംഗനാഥൻ്റെ ലാസ്റ്റ് 2 മൂവീസും ഞാൻ OTTയിലാണ്. ഫസ്റ്റായിട്ടാണ് പ്രദീപ് രംഗനാഥൻ്റെ, അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുടെ സിനിമ തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഡേ വാച്ച് ചെയ്തു. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലൂടെ ഇപ്പം മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കും. ആൻഡ് സോ നിങ്ങൾ ധൈര്യമായിട്ട് ഈ പടം ടിക്കറ്റ് എടുത്തോ, പോയി കണ്ടോ, നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടു. സോ ഗോ ടു തിയേറ്റർ ആൻഡ് വാച്ച് എ ഷോ.